അതുപോലെ സഹോദരങ്ങളെ, അവസാനത്തെ പത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും അഫ്വും തേടുക എന്നുള്ളത്. പാപമോചനവും അതുപോലെ പാപങ്ങൾ മായ്ച്ചു കളയാനും തേടുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ. റസൂലേ, ഞാൻ അറിയുകയാണ് ലൈലത്തുൽ ഖദർ ഏത് രാത്രിയിലാണെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ ആ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖൂലി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, യാ അല്ലാഹ്, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അഫുവ് എന്നുള്ളത്. അഫുവ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിനേക്കാൾ, പാപങ്ങൾ പുറത്തു തരുന്ന, മറച്ചു വെക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമാണ്. അഥവാ പാപങ്ങൾ മായ്ച്ചു കളയും, ഒരു അടയാളവുമില്ലാതെ മായ്ച്ചു കളയുന്നവരാണ് അഫുവ് എന്ന് പറയുന്നത്. തുഹിബ്ബുൽ അഫ്വ, അങ്ങനെ പാപങ്ങൾ മായ്ച്ചു കളയുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എന്റെ പാപങ്ങൾ നീ അങ്ങനെ മായ്ച്ചു കളയണമേ. അതേ സഹോദരങ്ങളെ, നമുക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ, രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള, സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ, അത് പുറത്തു കിട്ടാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള അവസരമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്.